ഓക്കെ, വീഡിയോ ക്ലാരിറ്റി എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ സിസ്റ്റം ഒന്ന് തുടങ്ങിയായിരുന്നു അല്ലേ? നമ്പർ സിസ്റ്റം തുടങ്ങി അതിന്റെ ബേസിക് ഐഡിയാസ് പറഞ്ഞായിരുന്നു, ഏതൊക്കെ ടൈപ്പ് നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പുതിയതായിട്ട് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചായിരുന്നു. ഐ സ്ക്വയർ സിക്കലും -1 നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? ഇന്ന് അതിന്റെ ബാക്കി നമുക്ക് പഠിക്കാം. സ്ഥിരം നിങ്ങൾ ഓരോ ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ള പോലെ അതിനകത്ത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന പല കാര്യങ്ങളും ബാക്കിയുള്ള ടോപ്പിക്കിൽ വരുന്നതാണ്. ബാക്കിയുള്ള പല ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളും ഇതിനകത്ത് മിക്സ് ചെയ്താണ് നമ്മൾ പല ക്ലാസ്സിലും കണ്ടിട്ടുള്ളത്. നമ്മൾ അങ്ങനല്ല, നമ്മൾ ശരിക്കും നമ്പേഴ്സിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് തന്നെയാണ് നമ്മൾ നമ്മുടെ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് അതിന്റെ ബാക്കിയായിട്ട് അടുത്ത പഠിക്കാം. അപ്പൊ ഇന്ന് നമുക്ക് ഇത് പഠിക്കാം. ഫേസ് വാല്യൂം പ്ലേസ് വാല്യൂം പഠിക്കാം. നമുക്ക് അടുത്തതായിട്ട് ഫേസ് വാല്യൂം പ്ലേസ് വാല്യൂം പഠിക്കാം. കേട്ടിട്ടുണ്ടോ? ഫേസ് വാല്യൂം പ്ലേസ് വാല്യൂം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഫേസ് വാല്യൂം പ്ലേസ് വാല്യൂ അല്ലെ? ഫേസ് വാല്യൂം പ്ലേസ് വാല്യൂ നമുക്കത് പഠിക്കാം. മുഖവിലയും സ്ഥാനവിലയും അല്ലെ? മുഖവിലയും സ്ഥാനവിലയും. ഫേസ് വാല്യൂ, മുഖവില ആൻഡ് പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂ, സ്ഥാനവില. അപ്പൊ ഏതൊക്കെയാണ് മുഖവിലയും സ്ഥാനവിലയും? ഫേസ് വാല്യൂവും പ്ലേസ് വാല്യൂ. ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ, ഈ രണ്ട് കാര്യങ്ങളാണ് പുതിയതായിട്ട് പഠിക്കുന്നത്. അപ്പൊ എന്താണ് ഫേസ് വാല്യൂ, എന്താണ് മുഖവില എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളൂ. എന്താണ് മുഖവില എന്ന് പറഞ്ഞാൽ? എന്താണ് ഫേസ് വാല്യൂ? ആ പേരിൽ തന്നെ ഉണ്ട് ഫേസ് വാല്യൂ. എന്താണ് ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ? യെസ്, ആ ഫേസിന്റെ വാല്യൂ അല്ലെ? മുഖവില എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞില്ലേ, ഞാനത് മുഖവിലേക്ക് എടുത്തില്ല എന്നൊക്കെ കേട്ടില്ലേ? മുഖവില എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്? മുഖവില എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. ഓക്കെ, മുഖവില എന്ന് പറഞ്ഞാൽ ശരിക്കും ആ സംഖ്യ തന്നെയാണ്. എല്ലാ സംഖ്യക്കും അതിൻ്റെതായ ഒരു വിലയുണ്ടല്ലോ, ആ വില തന്നെയാണ് എന്ത്? മുഖവില എന്ന് പറഞ്ഞാൽ. അപ്പോൾ മുഖവില അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്? ആ സംഖ്യ തന്നെ ആണ്. അപ്പോൾ മുഖവില അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്? ആ സംഖ്യ തന്നെയാണ്. The face value of a number is the number itself. Is the number itself. അപ്പോൾ ഒരു സംഖ്യക്ക് ആ സംഖ്യ തന്നെയാണ് എന്ത്? അതിന്റെ ഫേസ് വാല്യൂ. ആ സംഖ്യ തന്നെയാണ് എന്ത്? അതിന്റെ മുഖവില. ആ സംഖ്യ തന്നെയാണ് അതിന്റെ മുഖവില. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ 693-ൽ 3ന്റെ മുഖവില. 693-ൽ 3ന്റെ മുഖവില. The face value of 3 in 693. 693-ൽ 3ന്റെ മുഖവില എത്രയാണ്? 693-ൽ 3ന്റെ മുഖവില 693-ൽ 3ന്റെ മുഖവില എത്രയാണ്? 3 തന്നെയാണ് അല്ലെ? ആൻസർ, ഉത്തരം 3 തന്നെയാണ്. ആൻസർ ഒന്നും വേണ്ട, 3ന്റെ മുഖവില 3 തന്നെയാണ്. അതിന് 691 ആയാലും 793 ആയാലും 1993 ആയാലും ഏത് സംഖ്യ? ഒന്നുകൂടെ പറയാം. യെസ്, ഒന്നുകൂടെ പറയാം. സൂര്യ ഒന്നുകൂടെ പറയാം. അപ്പൊ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ദ ഫേസ് വാല്യൂ ഓഫ് എ നമ്പർ ഈസ് ദ നമ്പർ ഇറ്റ് സെൽഫ് എന്നാണ് പറയുന്നത്. ദ ഫേസ് വാല്യൂ ഓഫ് എ നമ്പർ ഈസ് ദ നമ്പർ ഇറ്റ് സെൽഫ്. അതായത് ഒരു സംഖ്യയുടെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖവില എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണ്. ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണ്. മനസ്സിലായില്ലേ? അതായത്
നമ്മുടെ വില ഒരു നമ്മൾ കേട്ടിട്ടില്ലേ, മുഖവിലയൊക്കെ എടുത്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മള് ചുമ്മാ തമാശയൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പൊ മുഖവില എന്ന് പറഞ്ഞാൽ അതിന്റെ ജസ്റ്റ് ഒരു വില, മനസ്സിലായില്ലേ? ഡീപ്പായിട്ട് അത്ര ഡീപ്പായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതിന്റെ ഒരു വില, ഇപ്പൊ 3ന്റെ വില 3 തന്നെ, 5ന്റെ വില 5 തന്നെ. അതിപ്പോ എവിടെ പോയാലും, അതിപ്പോ 1993 ആയാലും 693 ആയാലും 793 ആയാലും 23 ആയാലും 33 ആയാലും എന്തായാലും 3ന്റെ വില എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. 3 പറഞ്ഞാൽ 3 മനസ്സിലായില്ലേ? അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? അതിനെയാണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖവില എന്ന് പറയുന്നത്. മനസ്സിലായോ സൂര്യൻ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 693 6ന്റെ മുഖവില, 693 6ന്റെ മുഖവില, 93 6ന്റെ മുഖവില, 693 6ന്റെ മുഖവില എത്ര കിട്ടും? 693 6ന്റെ മുഖവില യെസ്, എത്ര കിട്ടും? 6 തന്നെ അല്ലേ? 6ന്റെ മുഖവില 6 തന്നെ. ആൻസർ 6 തന്നെ. അപ്പൊ 693 6ന്റെ മുഖവില എന്ന് പറയുന്നത് എത്ര തന്നെ? 6 തന്നെ അല്ലേ? യെസ്, 693 6ന്റെ മുഖവില എന്ന് പറയുന്നത് 6 തന്നെ. അപ്പൊ അതാണ് ഫേസ് വാല്യൂ. ഫേസ് വാല്യൂന്റെ ക്വസ്റ്റ്യൻ ഇനി ചെയ്യേണ്ടല്ലോ, അറിയാലോ, മനസ്സിലായല്ലോ. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്ഥാനവില പഠിക്കാം. സ്ഥാനവില അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ പഠിക്കാം നമുക്ക്. സ്ഥാനവില അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ. സ്ഥാനവില അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ അതെന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ എന്റെ പ്ലേസിന്റെ വാല്യൂ ആണ്. അത് എവിടാണോ കിടക്കുന്നത് ആ വിലയാണ് അതിന്റെ യെസ് ബൈ പൊസിഷൻ. അത് എവിടെയാണോ, അതായത് നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്, ഒരു സംഖ്യ എഴുതി കഴിഞ്ഞാൽ അതിൽ കുറച്ച് സ്ഥാനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ് ആ സ്ഥാനങ്ങൾ? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കാറുണ്ട്. കൊച്ചു ക്ലാസ്സിൽ, വളരെ കൊച്ചു ക്ലാസ്സിൽ നമ്മൾ എണ്ണൽ സംഖ്യയൊക്കെ എണ്ണി തുടങ്ങി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യമാണത്. എന്താണത്? അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഏതാണ്ട് 1ാം ക്ലാസ്സിൽ പോകുമ്പോൾ തൊട്ടേ കണക്ക് എന്ന് പഠിച്ചു തുടങ്ങുന്നോ അന്ന് നമ്മൾ പഠിക്കുന്ന കാര്യമാണത്. അതിനുശേഷമാണ് നമ്മൾ ബാക്കി എല്ലാം പഠിക്കുന്നത്. കൊച്ചു ക്ലാസ്സിൽ ഇപ്പൊ CBSE ICSE ഒക്കെ പഠിക്കുന്നവര് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് എന്നും പറഞ്ഞാൽ പഠിക്കുന്നത്. മലയാളം മീഡിയത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി, 10000 കോടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു. അത് തന്നെ വേറൊരു നമ്പർ സിസ്റ്റം ഉണ്ട്. മില്യണും ബില്യണും ഒക്കെ വരുന്ന വേറൊരു നമ്പർ സിസ്റ്റം ഉണ്ട്. അപ്പൊ അമേരിക്കൻ നമ്പർ സിസ്റ്റം അല്ലെ ഇംഗ്ലീഷ് നമ്പർ സിസ്റ്റം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിൽ വേറൊരു രീതിയിൽ. നമുക്കത് ഒറ്റ, 10, 100 എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മുടെ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒറ്റ, എഴുതുമ്പോ ഓർഡറിൽ തന്നെ എഴുതാം. ഇവിടെ ഇങ്ങോട്ടാ വരുന്നത് അല്ലേ? ഒറ്റ, 10, 100, 1000, 10000 ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഒറ്റ, 10, 100, 1000, 10000 എന്നും പറഞ്ഞ് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇനി ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, പിന്നെ തൗസൻഡ്സ്, പിന്നെന്താ വരും? 10,000s, 10,000s, അങ്ങനെ അങ്ങനെ പോകും. ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം എന്ന് പറഞ്ഞു പോകും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ സ്ഥാനവില എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ഥാനവില എന്ന് പറയുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യനിൽ സ്ഥാനവില വന്നു കഴിഞ്ഞാല് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. 693 3ന്റെ സ്ഥാനവില എന്ത്? വാട്ട് ഈസ് ദ പ്ലേസ് വാല്യൂ ഓഫ് പ്ലേസ് വാല്യൂ ഓഫ് 3 in 693? 693 3ന്റെ സ്ഥാനവില എന്ത്? 693 3ന്റെ സ്ഥാനവില എന്ത്?
അപ്പൊ എന്താണ് ആൻസർ? എന്താണ്? 3ന്റെ സ്ഥാനവില എത്രയാണ്? എങ്ങനെയാ പറയുന്നത്? 3 മാത്രം പറഞ്ഞാൽ മതിയോ? 3 മാത്രം പറഞ്ഞാൽ മതിയോ? 693-ൽ 3ന്റെ സ്ഥാനവില എന്തെന്ന് വെച്ചാൽ 3 മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ. നമുക്ക് എണ്ണാം, സ്ഥാനം എണ്ണാം. 3ന്റെ സ്ഥാനം നമുക്ക് എണ്ണി തുടങ്ങാം. എങ്ങനെ എണ്ണി തുടങ്ങുന്നത്? ഒറ്റ, 10, 100 അങ്ങനല്ലേ എണ്ണുന്നേ? ഒറ്റ, 10, 100. അപ്പൊ 3 കിടക്കുന്നത് എന്തിന്റെ സ്ഥാനത്താണ്? ഒറ്റ, 10, 100 അതിൽ എന്തിന്റെ സ്ഥാനത്താണ് 3 കിടക്കുന്നത്? ഒറ്റയുടെ സ്ഥാനത്ത് ഇല്ലേ? ഒറ്റയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ വൺസിന്റെ പ്ലേസിലാണ് എന്ത് കിടക്കുന്നത്? വൺസിന്റെ പ്ലേസിലാണ് എന്ത് കിടക്കുന്നത്? 3 കിടക്കുന്നത്. അതുകൊണ്ട് വെറുതെ 3 മാത്രം പറഞ്ഞാൽ പോരാ, എന്ത് പറയണം? 3 വൺസ് എന്ന് പറയണം. 3 വൺസ് എന്ന് പറയണം, അല്ലെങ്കിൽ 3 ഒറ്റകൾ. 3 ഒറ്റകൾ, അല്ലെങ്കിൽ 3 ഒന്ന് എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ 3 വൺസ് എന്ന് പറയുന്നതാണ്, 3 വൺസ് എന്ന് പറയുന്നതാണ് എന്ത്? 3ന്റെ സ്ഥാനവില. മനസ്സിലായോ? മനസ്സിലായോ? 3ന്റെ സ്ഥാനവില വെച്ച് എന്ത് പറയണ്ടേ? 3 വൺസ്, 3 ഒന്നുകൾ എന്നാ പറയേണ്ടത്. ഓക്കെ ആണോ? സെറ്റാണോ? ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ എഴുതിക്കോ, എഴുതിക്കോ. 25,074, 25,074 5ന്റെ സ്ഥാനവില. 25,074 5ന്റെ സ്ഥാനവില. 25,074 5ന്റെ സ്ഥാനവില എന്ത്? 25,074 5ന്റെ സ്ഥാനവില എന്ത്? 25,074 what is the place value of 5 in the number 25,074? 25,074 5ന്റെ സ്ഥാനവില എന്ത്? 25,074 5ന്റെ സ്ഥാനവില എന്ത്? 25,074 5ന്റെ സ്ഥാനവില എന്ത്? ഓക്കെ. എത്രയാണ് 5ന്റെ സ്ഥാനവില? 25,074 5ന്റെ സ്ഥാനവില എന്താണ്? അപ്പൊ നമുക്ക് സ്ഥാനവില എണ്ണി നോക്കാം അല്ലെ? 5ന്റെ സ്ഥാനം നമുക്ക് എണ്ണി നോക്കാം. എണ്ണി നോക്കുമ്പോ എവിടെ വരുന്നത് നോക്കാം. ഒറ്റ, 10, 100, 1000 അല്ലെ? 1000ത്തിന്റെ സ്ഥാനത്തല്ലേ 5 കിടക്കുന്നത്. നമ്മൾ സ്ഥാനവില എണ്ണുമ്പോൾ ഒറ്റ, 10, 100, 1000 എന്ന് എണ്ണുന്ന സമയത്ത് 1000 എന്ന് പറയുന്നിടത്ത് എന്ത് കിടക്കുന്നത്? 5 കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ സ്ഥാനവില എന്നും പറഞ്ഞ് നമുക്ക് എന്ത് കൊടുക്കാം? ആൻസർ 5,000. 5,000 അല്ലെങ്കിൽ 5000. അതിന് വേണം നമുക്ക് ഒറ്റയടിക്ക് എങ്ങനെ എഴുതാം? 5000 എന്ന് എഴുതാം. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 5000 എന്നും എഴുതാം. 5,000 എന്ന് പറയാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? അക്കത്തിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ പറയാം? നമുക്ക് 5000 എന്നും പറയാം. അപ്പൊ 5ന്റെ സ്ഥാനവില ചോദിച്ചാൽ എത്രയാണ്? 5000 ആണ് കേട്ടോ. 5 അല്ല പറയേണ്ടത്. എത്ര പറയേണ്ടത്? 5000 ആണ്. മനസ്സിലായോ? മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ 47,501 5ന്റെ മുഖവില. 47,501 5ന്റെ മുഖവില. 47,501 5ന്റെ മുഖവില. 47,501 5ന്റെ മുഖവില. 5ന്റെ മുഖവില. 5ന്റെ ഫേസ് വാല്യൂ. വാട്ട് ഈസ് ദ ഫേസ് വാല്യൂ ഓഫ് 5 ഇൻ ദ നമ്പർ 47,501? 47,501 5ന്റെ മുഖവില എന്ത്? 47,501 5ന്റെ മുഖവില എന്ത്? 5ന്റെ മുഖവിലയാണ്. തെറ്റല്ലേ? 5ന്റെ മുഖവിലയാണ്. സ്ഥാനവില വേറെ, മുഖവില വേറെ. 5ന്റെ മുഖവില. 47,501 5ന്റെ മുഖവില. മുഖവില എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ. മുഖം, ഫേസ് സെയിം. 47,501 5ന്റെ മുഖവില. ഓക്കെ. അപ്പൊ എത്രയാണ് ആൻസർ? എത്രയാണ് ആൻസർ? 5 തന്നെയാണ് അല്ലേ?
അപ്പൊ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഏത് കാണാൻ പിടിച്ചു വെച്ചോ, ഒരു സംഖ്യയുടെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെ. അതിന് പ്രത്യേകിച്ച് ഏത് സംഖ്യയാണെന്ന് പറയണമെന്നില്ല. 47,501 പറയണമെന്നില്ല. 5ന്റെ മുഖവില അത് ഏത് സംഖ്യ എടുത്താലും എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? 5 തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ 47,501 5ന്റെ മുഖവില എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. അവിടെ കൂടുതലൊന്നും ആലോചിക്കേണ്ട, എന്ത് തന്നെ ആയിരിക്കും? 5 തന്നെ ആയിരിക്കും. അപ്പൊ മുഖവില എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്? ആ സംഖ്യ തന്നെ ആണ്. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റിക്കല് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. 5431 4ന്റെ സ്ഥാനവില. 5431 4ന്റെ സ്ഥാനവില. 4ന്റെ സ്ഥാനവില അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ. 50,431 4ന്റെ സ്ഥാനവില, പ്ലേസ് വാല്യൂ എത്ര? 50,431 4ന്റെ സ്ഥാനവില എത്ര? മോളെ ആരാ ആരാ അത്? നമ്മുടെ ക്ലാസ് ഹാക്കായെന്ന് തോന്നുന്നല്ലോ. വേറെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നല്ലോ. മറ്റേ ഫോൺ ചോർത്തുന്ന എന്നൊക്കെ പറയുന്ന പോലെ ക്ലാസ് ചോർത്തു വന്നു. ഓക്കെ. അപ്പൊ നമുക്ക് നമുക്ക് ബാക്കി അപ്പൊ പ്ലേസ് വാല്യൂ ഓക്കെ ആണല്ലോ. അപ്പൊ 4ന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 4ന്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എണ്ണാം. സ്ഥാനവില എന്ന് പറയുമ്പോൾ അതിന്റെ സ്ഥാനം നമുക്ക് എണ്ണണം. സ്ഥാനം നമുക്ക് എണ്ണി തുടങ്ങാം. എങ്ങനെ എണ്ണുന്നത്? 1, 10, 100 അല്ലെ? 100, 1000, 10,000 ഇങ്ങനെയാണ് എണ്ണുന്നത്. 4 കിടക്കുന്നിടത്ത് വരെ നമുക്ക് എണ്ണാം. 1, 10, 100 അല്ലെ? 1, 10, 100 എവിടെ എത്തുമ്പോഴാ? 100 എത്തുമ്പോഴല്ലേ 4 കാണുന്നത് അല്ലെ? 1, 10, 100 എന്ന് പറഞ്ഞിട്ട് 100 എത്തുമ്പോഴായിരുന്നു 4 കാണുന്നത് അല്ലേ? 1, 10, 100. അപ്പോൾ 100 എത്തുമ്പോഴാണ് 4 കാണുന്നത്. അതായത് ആൻസർ എത്ര 100 400 അല്ലെ? 4 100 400 അല്ലെങ്കിൽ 4 100 400 അല്ലെങ്കിൽ 400 എന്ന് പറയാം അല്ലെ? 400 എന്ന് പറയാം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? 400 എന്ന് പറയാം. അപ്പൊ 1, 10, 100 400 അല്ലെങ്കിൽ 400 എന്ന് പറയാം. ഓക്കെ ദിവ്യ? ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ സ്ഥാനവിലയും മുഖവിലയും മനസ്സിലായി കാണുമല്ലോ. ഇത് രണ്ടും സെറ്റാണോ? ഇടയ്ക്ക് രണ്ടുപേര് വേറെ തെറ്റായ ആൻസർ കമന്റ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ വേറെ 2 ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ സ്ഥാനവില മുഖവില ഓക്കെയാണ്. ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂ ഓക്കെ. അങ്ങനാണെങ്കിൽ പുതിയ കാര്യം പഠിക്കാമല്ലോ. ഓക്കെ, പുതിയ കാര്യം. അടുത്ത കാര്യം കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ. കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ. 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 കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ അല്ലെ? കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ. ഓക്കെ ആണല്ലോ? കേവല വില അല്ലെങ്കിൽ
ആബ്സല്യൂട്ട് വാല്യൂ. എന്താണ് കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാല്? എന്താണ് കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാല്? ഒരു സംഖ്യ ചിഹ്നമൊന്നുമില്ലാതെ എഴുതുന്നതിന് പറയുന്ന പേരാണ് എന്ത്? കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ. അതിന്റെ കേവല വില എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങളുമില്ലാതെയുള്ള അതിന്റെ വില. ഒരു ചിഹ്നം എന്ന് പറഞ്ഞാൽ സൈൻ, ഒരു സൈനും ഇല്ലാതെ, സൈൻ എന്ന് പറയാൻ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഇതൊന്നുമില്ലാതെ ആ സംഖ്യ എഴുതി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് എന്ത്? കേവല വില. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പോസിറ്റീവ് സംഖ്യ ആണെങ്കിൽ അതിന്റെ ചിഹ്നം മാറ്റണ്ട, നമ്മൾ മാറ്റി എഴുതിയാലും എന്ത് തന്നെയാണ്? പോസിറ്റീവ് തന്നെയാണ്. ഇനി നെഗറ്റീവ് സംഖ്യ ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് മാറ്റിയിട്ട് നമ്മൾ എന്താക്കി എഴുതണം? അതിനെ പോസിറ്റീവ് ആക്കി എഴുതണം. അങ്ങനെ കിട്ടുന്ന വില പറയുന്ന പേരാണ് എന്ത്? കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഈ കേവല ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പോസിറ്റീവായിട്ട് മാത്രമുള്ള കുറച്ച് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അത് സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ കേവല വില ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഡിസ്റ്റൻസ് ശരിക്കും എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കുമല്ലോ, ഇല്ലേ? ഡിസ്റ്റൻസ് എപ്പോഴും, ദൂരം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം എന്ന് പറയുന്ന ഒരു സംഭവം എപ്പോഴും എന്താവണമെന്നില്ല? പോസിറ്റീവ് ആവണമെന്ന് ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലുള്ള വീഡിയോ കാണുന്നില്ലേ? വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ? വീഡിയോ ക്ലിയർ അല്ല. വീഡിയോ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ. അപ്പൊ ഇതുപോലുള്ള പോസിറ്റീവ് ക്വാണ്ടിറ്റീസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കേവല വില. ഒന്നുകൂടി പറയാം, എന്താണ് കേവല വില എന്ന് ഒന്നുകൂടി പറയാം. കേവല വില എന്ന് പറഞ്ഞാല് ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി എന്തോ ആയിക്കോട്ടെ, അതിനെ ചിഹ്നമില്ലാതെ എഴുതുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? കേവല വില എന്ന് പറയുന്നത്. ചിഹ്നമില്ലാതെ എഴുതിയാൽ എങ്ങനെ ഇരിക്കും? അതിനെയാണ് എന്ത് പറയുന്നത്? കേവല വില എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഇനി ചിഹ്നം മാറ്റേണ്ട കാര്യമില്ല. ചിഹ്നം മാറ്റിയാലും അത് പോസിറ്റീവ് തന്നെയാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു നമ്പർ നമ്മൾ എന്ത് ചെയ്തെഴുതണം? അതിന്റെ നെഗറ്റീവ് സൈൻ മാറ്റിയിട്ട് പോസിറ്റീവ് ആക്കി എഴുതണം. അങ്ങനെ എഴുതുന്നതിനെ പറയുന്ന പേരാണ്, അങ്ങനെ കിട്ടുന്ന വില പറയുന്ന പേരാണ് എന്ത്? കേവല വില. മനസ്സിലായോ? സൗണ്ട് കട്ടാവുന്നുണ്ടോ? ഓക്കെ, സൗണ്ട് കട്ടാവുന്നില്ലല്ലോ. ഇല്ല. ഓക്കെ. അപ്പൊ കേവല വിലയെ നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മൾ ഇങ്ങനെ എഴുതാൻ, നമുക്ക് ചിഹ്നം ഒഴിവാക്കി വലുപ്പം മാത്രം ആക്കി എഴുതുന്നതിന്, ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണെന്ത്? ഇങ്ങനെ ഒരു സംഖ്യ എഴുതുന്നതിന് പറയുന്ന പേരാണ് അതിന്റെ കേവല വില അല്ലെങ്കിൽ മോഡുലസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിലെ മോഡുലസ് എന്ന് പറയും. ഈ രണ്ട് വര ഇതിനകത്താണ് നമ്മൾ എഴുതുന്നത്. ഇതിനെ മോഡുലസ് എന്ന് പറയും. ഇതിനെ മോഡുലസ് എന്ന് പറയും. ഇങ്ങനെ എഴുതുന്നതിനെ മോഡുലസ് എന്ന് പറയും. എങ്കിൽ സിമ്പിൾ ആയിട്ട് മോഡെന്നും പറയും. ചുരുക്കി നമ്മൾ മോഡെന്നും പറയും. എപ്പോഴും മോഡുലസ് എന്ന് പറയത്തില്ല, ചുരുക്കി മോഡെന്ന് വേണമെങ്കിൽ പറയും. ഓക്കെ. അപ്പൊ ഇതിനെയാണ് കേവല വില അല്ലെങ്കിൽ മോഡുലസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ബോക്സ്, ഈ ഒരു ബോക്സിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏത് സംഖ്യയും വെളിയിൽ വരുമ്പോൾ എന്തായിട്ട് വരും? ചിഹ്നമില്ലാതെ വരും. മനസ്സിലായോ? ഈ ബോക്സിലോട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കുറച്ച് ഇതായിട്ട് ഫിലോസഫിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ നമ്മൾ എന്തിനകത്തോട്ട് ഇടുക? മോഡുലസിനകത്തോട്ട് ഇടുക. ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എന്തായിട്ട് തിരിച്ചു കിട്ടും? പോസിറ്റീവായിട്ട് തിരിച്ചു കിട്ടും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. നെഗറ്റീവായിട്ടുള്ള എന്തും മോഡിനകത്ത് പോയി കഴിഞ്ഞാൽ എന്തായി തിരികെ വരും? പോസിറ്റീവായിട്ട് തിരികെ വരും. നെഗറ്റീവ് കൊടുത്താലും പോസിറ്റീവ് കൊടുത്താലും മോഡിന് വെളിയിൽ വരുമ്പോൾ എന്താണ്? പോസിറ്റീവാണ്. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കുക, ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ. എന്ത് വന്നാലും നമ്മൾ പഠിക്കുന്നതിനിടയ്ക്ക് എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. അതാണ് മോഡുലസ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ നമ്മളെ പഠിപ്പിക്കുന്നത്. യെസ്, കഴിഞ്ഞ LDCക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്.
ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ മോഡ് 3ന്റെ ആൻസർ എന്താണ്? ചിഹ്നം ഒഴിവാക്കി എഴുതിയാൽ മതി കേട്ടോ. ചിഹ്നം ഒഴിവാക്കി എഴുതിയാൽ മതി. മോഡ് 3ന്റെ ആൻസർ എന്താണ്? മോഡ് 3ന്റെ ഉത്തരം മോഡ് 3ന്റെ ഉത്തരം എത്രയാണ്? പ്രത്യേകിച്ച് ചിഹ്നമൊന്നും ഒഴിവാക്കാനില്ല. എത്ര തന്നെയാണ്? 3 തന്നെ. ഇവിടെ ചിഹ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ചിഹ്നമൊന്നും ഒഴിവാക്കണ്ട. മോഡുലസ് 3 എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എത്രയാണ്? 3 തന്നെയാണ്. മനസ്സിലായോ? മോഡുലസ് -3 എത്രയാണ്? മോഡുലസ് -3. യെസ്, മോഡുലസ് -3. മോഡുലസ് -3 അല്ലേ? അതും എത്ര തന്നെയാണ്? മോഡുലസ് -3 എത്ര തന്നെയാണ്? അതും 3 തന്നെയാണ് അല്ലെ? മോഡുലസ് -3 3 തന്നെയാണ്. അതായത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാറ്റിയിട്ട് സംഖ്യ മാത്രം എഴുതുക. മനസ്സിലായോ? അപ്പൊ സംഖ്യയിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാറ്റിയിട്ട് സംഖ്യ മാത്രം എഴുതുക. അപ്പൊ ഇതാണ് എന്ത്? കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് മോഡുലസ്. ഓക്കെ ആണോ? സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ മോഡ് 5 - 3 എന്ത് കിട്ടും? മോഡുലസ് 5 - 3 എന്ത് കിട്ടും? മോഡുലസ് 5 - 3 മോഡുലസ് 5 - 3 എന്ത് കിട്ടും? മോഡുലസ് 5 - 3 യെസ്, എത്ര കിട്ടും? മോഡുലസ് 5 - 3 എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? കാരണം 5 - 3 നമുക്കറിയാം 2 ആണ്. അപ്പൊ മോഡ് 2 എന്ന് പറയും. മോഡ് 2 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? മോഡ് 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. മനസ്സിലായോ? മോഡ് 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. ഈ മോഡുലസ് 3 - 5 എന്ത് കിട്ടും? മോഡുലസ് 3 - 5 മോഡുലസ് 3 - 5 അതും എത്ര തന്നെ കിട്ടും? അതും നമുക്ക് നോക്കാം. 3 - 5 എത്രയാണ് ശരിക്കും? 3 - 5 എത്രയാണ് ശരിക്കും? 3 - 5 3 - 5 മാത്രം എടുത്താൽ എത്രയാണ്? യെസ്, -2 അല്ലേ? 3 - 5 മാത്രം എടുത്തു കഴിഞ്ഞാൽ -2 കിട്ടുന്നത്. മോഡുലസിനകത്ത് -2 വരും. 3 - 5 എന്ന് പറഞ്ഞാൽ -2 അതായത് മോഡുലസിനകത്ത് -2 വരും. അത് വെളിയിൽ വരുമ്പോ എന്താവും? 2 ആവും. ഓക്കെ, മോഡുലസിനകത്ത് നെഗറ്റീവ് വന്നാലും വെളിയിൽ എഴുതുമ്പോൾ എന്താക്കി എഴുതാം? നമുക്ക് പ്ലസ് ആക്കി എഴുതാം. മനസ്സിലായോ? മോഡുലസ് ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത്? ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ആദ്യം പഠിച്ചത് ഫേസ് വാല്യൂ പഠിച്ചു, അല്ലെങ്കിൽ മുഖവില പഠിച്ചു. രണ്ടാമത് പഠിച്ചത് എന്താണ്? പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ സ്ഥാനവില പഠിച്ചു. മൂന്നാമത് പഠിച്ചത് എന്താണ്? കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ പഠിച്ചു. ഇനി ഓരോന്നും എന്തൊക്കെയാന്ന് പറയാം. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മുഖവില എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ വില അതുപോലെ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. 433 4ന്റെ ഫേസ് വാല്യൂ മുഖവില എത്രയാണെന്ന് വെച്ചാൽ എന്ത് തന്നെ? 4 തന്നെ. അതിന് 433 അല്ല, ഏത് സംഖ്യ എടുത്താലും 4ന്റെ മുഖവില എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? 4 തന്നെ ആയിരിക്കും. രണ്ടാമത് പഠിച്ചത് പ്ലേസ് വാല്യൂ ആണ്. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ഥാനവിലയാണ്. അത് കിടക്കുന്ന സ്ഥാനത്തിനനുസരിച്ചാണ് ആ വില പറയുന്നത്. അപ്പൊ ഏത് സ്ഥാനത്തിരിക്കുന്നോ അതനുസരിച്ച് ആ വില പറയും. അതായത് ഇപ്പൊ 433 4ന്റെ സ്ഥാനവില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ 10 100 എണ്ണുന്നത് 400 അല്ലെങ്കിൽ 400 അവിടെ എന്തിന്റെ സ്ഥാനവില? 4ന്റെ സ്ഥാനവില. അപ്പോൾ മുഖവില വേറെ, സ്ഥാനവില വേറെ. മൂന്നാമത് നമ്മൾ പഠിച്ച കാര്യം കേവല വിലയാണ്. കേവല വില എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് വാല്യൂ ആണ്. ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത് മോഡുലസ് ഇട്ടിട്ടാണ്. ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാല് ഒരു സംഖ്യയെ ചിഹ്നമില്ലാതെ ആ സംഖ്യയായിട്ട് അതിന്റെ വലുപ്പം മാത്രം സൂചിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണെന്ത്? കേവല വില അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ. അപ്പോൾ 5 - 3 എന്ന് പറഞ്ഞാൽ 2 കിട്ടും. 2ന്റെ ആബ്സല്യൂട്ട് വാല്യൂ എത്രയാണ്? 2 തന്നെയാണ്. ഇനി 3 - 5 എന്ന് പറഞ്ഞാൽ -2 കിട്ടുന്നത്. -2ന്റെയും ആബ്സല്യൂട്ട് വാല്യൂ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പോൾ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ആ ചിഹ്നമില്ലാതെ വെളിയിലെടുക്കുന്നതിന് എന്ത് പറയുന്നത്? ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്.
ആരുടെ? അനക്കയാണോ? അനക്കയുടെ ക്യാമറ ഓൺ ആണോ? അനക്കയുടെ ക്യാമറ ഓൺ ആണോ? അനക്കെ ക്യാമറ ഓഫ് ആയിക്കോ. അനക്കയുടെ ക്യാമറ ഓൺ ആണെങ്കിൽ ഓഫ് ആയിക്കോ. അനക്കെ 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 പോയോ? ഓക്കെ, ഓഫായി. ഓക്കെ, രണ്ട് സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ഓക്കെ ആണല്ലോ, ഇതുവരെ ഓക്കെ ആണല്ലോ. ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ, അബ്സല്യൂട്ട് വാല്യൂ വരെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ കേവല വിലയുടെ ഉപയോഗം വരുന്ന ഒരു സന്ദർഭം കൂടി പറയാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം find the distance from 7 to minus 6. 7 to minus 6 in a number line. In a number line. Find the distance from 7 to minus 6 in a number line. ഇവിടെയാണ് നമുക്ക് മോഡുലസിന്റെ ഉപയോഗം വരുന്നത്. മോഡുലസ് പഠിച്ചത് നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ്. Find the distance from 7 to minus 6 in a number line. അതായത് സംഖ്യാരേഖയിൽ 7 മുതൽ -6 വരെയുള്ള അകലം എത്ര? സംഖ്യാരേഖയിൽ 7 മുതൽ -6 വരെയുള്ള അകലം. സംഖ്യാരേഖയിൽ 7 മുതൽ -6 വരെയുള്ള അകലം. സംഖ്യാരേഖയിൽ 7 മുതൽ -6 വരെയുള്ള അകലം എത്ര? സംഖ്യാരേഖയിൽ 7 മുതൽ -6 വരെയുള്ള അകലം എത്ര? സംഖ്യാരേഖയിൽ 7 മുതൽ -6 വരെയുള്ള അകലം എത്ര? സംഖ്യാരേഖയിൽ 7 മുതൽ -6 വരെയുള്ള അകലം. അതായത് സംഭവം ഒന്നുമില്ല. സംഖ്യാരേഖ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലെ. ഇതാണ് സംഖ്യാരേഖ. ഇവിടെ 0 വരും, ഇവിടെ 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും, 7 വരും. അങ്ങനെ അങ്ങോട്ട് ഇതങ്ങ് പോകും. പോസിറ്റീവ് സംഖ്യകൾ. ഇങ്ങോട്ട് നെഗറ്റീവ് സംഖ്യകൾ അങ്ങനെ വരും. -1 വരും, -2 വരും, -3 വരും, -4 വരും, -5 വരും, -6 വരും. ഓക്കെ, ഇതാണ് സംഖ്യാരേഖ. ഈ സംഖ്യാരേഖയിൽ 7 മുതൽ -6 വരെയുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എത്ര യൂണിറ്റ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. എത്ര യൂണിറ്റ് വരും? ഇതിനെ യൂണിറ്റ് എന്നാ പറയുന്നത്. എത്ര യൂണിറ്റ് വരും? 13 യൂണിറ്റ് വരും അല്ലെ. 13 യൂണിറ്റ്. 13 യൂണിറ്റ് ആണ്. അതായത് നമുക്ക് സെന്റിമീറ്റർ ആണോ, മീറ്റർ ആണോ, കിലോമീറ്റർ ആണോ എന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ യൂണിറ്റ് എന്നങ്ങ് പറയുന്നു. അപ്പോൾ 13 യൂണിറ്റ് ആണ് സംഖ്യാരേഖയിൽ 7 മുതൽ -6 വരെയുള്ള അകലം. അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അങ്ങ് എഴുതാം. നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. സംഖ്യാരേഖയില് 2 സംഖ്യകൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ ഇത്ര അങ്ങ് ചെയ്താൽ മതി. 2 സംഖ്യകൾ എ ബി എന്നിരിക്കട്ടെ. സംഖ്യകൾ എയും ബിയും ആയാൽ, സംഖ്യകൾ എ ബി ആയാൽ, സംഖ്യകൾ എയും ബിയും ആയി കഴിഞ്ഞാൽ അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് മോഡുലസ് എ മൈനസ് ബി ആയിരിക്കും. മനസ്സിലായോ? 2 സംഖ്യകൾ എയും ബിയും ആണെങ്കിൽ അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് മോഡുലസ് എ മൈനസ് ബി ആയിരിക്കും. തമ്മിലങ്ങ് കുറച്ചാൽ മതി. മനസ്സിലായോ? തമ്മിലങ്ങ് കുറച്ചാൽ മതി. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സംഖ്യാരേഖയില് 7ഉം 10ഉം തമ്മിലുള്ള അകലം എത്രയാണ്? സംഖ്യാരേഖയിൽ 7ഉം 10ഉം തമ്മിലുള്ള അകലം, 7 എന്ന് പറയുന്ന സംഖ്യയും 10 എന്ന് പറയുന്ന സംഖ്യയും തമ്മിലുള്ള അകലം. സംഖ്യാരേഖയിൽ 7ഉം 10ഉം തമ്മിലുള്ള അകലം എത്രയാണ്? 7ഉം 10ഉം തമ്മിലുള്ള അകലം 3 ആണ് അല്ലേ. സംഖ്യാരേഖയിൽ 7ഉം 10ഉം തമ്മിലുള്ള അകലം
3 അതെങ്ങനെ കിട്ടി? 3 കിട്ടി. എങ്ങനെ കിട്ടി? 10 7 കുറച്ചാൽ മതിയല്ലോ. സംഖ്യാരേഖയിൽ 7ഉം 10ഉം തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ 10 7 കുറച്ചാൽ മതി. അതുപോലെ തന്നെയാണ് എന്ത്? അതുപോലെ തന്നെയാണ് ഇതും 7ഉം -6 തമ്മിൽ കുറച്ചാൽ മതി. ഓക്കെ. അപ്പൊ സംഖ്യാരേഖയിൽ 2 സംഖ്യകൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? മോഡുലസ് a-b കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ചെയ്യാം. മോഡുലസ് a-b എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് സംഖ്യകള്? 7ഉം -6ഉം അല്ലേ? 7ഉം -6ഉം തമ്മിൽ കുറയ്ക്കാം. 7 -6. ഇങ്ങനല്ലേ അത് എഴുതുന്നത്? 7 -6 ഇങ്ങനല്ലേ എഴുതുന്നത്? കറക്റ്റ് ആണോ എഴുതിയേക്കുന്നത്? ഇങ്ങനാണോ എഴുതുന്നത്? 7 -6. മോഡുലസ് a-b എന്ന് പറഞ്ഞാൽ 7 -6. ഓക്കെ. 7 -6. ഇനി 2 മൈനസ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അത് എന്തായി പോവും? 2 മൈനസ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അത് പ്ലസ് ആയി പോവുമല്ലോ. അത് പ്ലസ് ആയി പോവും. അപ്പോൾ 7+6 എന്ന് കിട്ടും. 7+6 എത്രയാണ്? 13. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സംഖ്യാരേഖയിൽ 2 സംഖ്യകൾ തമ്മിലുള്ള അകലം എന്ത് കിട്ടുന്നത്? നമുക്ക് 13 കിട്ടുന്നത്. മനസ്സിലായോ? ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതിക്കോ. സംഖ്യാരേഖയിൽ 20 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ അകലം എത്ര? സംഖ്യാരേഖയിൽ 20 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ അകലം എത്ര? സംഖ്യാരേഖയിൽ 20 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ അകലം എത്ര? സംഖ്യാരേഖയിൽ 20 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ അകലം. 20 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ അകലം. സംഖ്യാരേഖയിൽ 20 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ അകലം എത്ര? അപ്പൊ 2 സംഖ്യകൾ എയും ബിയും അത് തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? തമ്മിൽ കുറച്ചാൽ മതിയല്ലോ. അതായത് ഒന്നുകിൽ 20 - 100 എടുക്കണം, അല്ലെങ്കിൽ 100 - 20 എടുക്കണം. ഇതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഒന്നുകിൽ 20 - 100 അല്ലെങ്കിൽ 100 - 20. ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. 20 - 100 എത്ര കിട്ടും? 20 - 100 എത്ര കിട്ടും? 20 - 100 -80 കിട്ടുമല്ലോ അല്ലേ? 20 - 100 എന്ത് കിട്ടും? -80 കിട്ടും. മോഡുലസിനകത്ത് -80 വരും. മോഡുലസിനകത്ത് -80 വരും എന്ന് പറഞ്ഞാൽ എത്രയാണ്? മോഡുലസിനകത്ത് -80 എന്ന് പറഞ്ഞാൽ 80 ആണ്. മോഡുലസിന് വെളിയിൽ വരുമ്പോൾ നമുക്കത് എന്തായിട്ട് എഴുതാം? 80 ആയിട്ട് എഴുതാം. 20 - 100 -80 കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. എങ്ങനെയാ 2 സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുന്നത്? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കണം അല്ലേ? വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. 20 - 100 ചെയ്യുമ്പോൾ 100 ന്ന് 20 കുറച്ചാൽ 80 വരും. വലുത് 100 ആണ്. 100ന്റെ ചിഹ്നം മൈനസ് ആണ്. ആ മൈനസ് കൊടുത്തു. അങ്ങനെയാണ് -80 വന്നത്. ഓക്കെ. ഇനി തിരിച്ച് 100 - 20 ചെയ്താലും എത്ര തന്നെ കിട്ടും? 80 തന്നെ കിട്ടും. മോഡുലസിനകത്ത് 80 എഴുതാം. വെളിയിൽ വരുമ്പോൾ എത്ര വരും? 80 തന്നെ എഴുതാം. 100 - 20 ചെയ്യുമ്പോഴും എന്ത് തന്നെ കിട്ടും? 80 തന്നെ കിട്ടും. മനസ്സിലായോ? - 20 ചെയ്യുമ്പോഴും 80 തന്നെ കിട്ടും. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. സംഖ്യാരേഖയിൽ -60 മുതൽ -8 വരെയുള്ള അകലം. സംഖ്യാരേഖയിൽ -60 മുതൽ -8 വരെയുള്ള അകലം. സംഖ്യാരേഖയിൽ -60 മുതൽ -8 വരെയുള്ള അകലം. What is the difference? What is the distance? Distance from -60 to -8 in the number line. In the number line. In the number line. What is the distance from? What is the distance from -60 to -8 in the number line? സംഖ്യാരേഖയിൽ -60 മുതൽ -8 വരെയുള്ള അകലം എന്ത്?
സംഖ്യാരേഖയിൽ -60, അതായത് മൈനസ് സംഖ്യാരേഖ വരയ്ക്കുമല്ലോ, നമ്മളൊരു സാങ്കല്പിക രേഖ വരയ്ക്കുമല്ലോ, സംഖ്യകളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് നമ്മളൊരു സാങ്കല്പിക രേഖ വരയ്ക്കുമല്ലോ. ആ രേഖയിൽ -60 എന്ന് പറയുന്ന സംഖ്യയും -8 എന്ന് പറയുന്ന സംഖ്യയും തമ്മിലുള്ള അകലമാണ് ചോദിച്ചിരിക്കുന്നത്. 52 അല്ലേ? ഉത്തരം ശരിയാണ്, 52. ഉത്തരം ശരിയാണ്, 52. എങ്ങനെയാ ചെയ്യുന്നത്? സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ മതിയല്ലോ. സംഖ്യാരേഖയിൽ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ മതി. അതായത് ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഒരു മോഡുലസിനകത്ത് ഇടാം. മോഡുലസിനകത്ത് -60 എന്ന് പറയുന്ന സംഖ്യ -8 ഇങ്ങനെ എഴുതിയാൽ മതിയല്ലോ. -60 -8. അതായത് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നത് മോഡുലസ് A-B എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. മോഡുലസ് A-B എന്നാ പഠിച്ചു വെച്ചിരിക്കുന്നത്. എക്ക് പകരം -60 കൊടുത്തു, ബിക്ക് പകരം -8 കൊടുത്തു. അപ്പോൾ -60 -8 എന്ന് വരും അല്ലെ. ഇനി ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? -60 മൈനസും മൈനസും എന്താവും? 2 മൈനസ് ചേർന്നിട്ട് പ്ലസ് ആവുമല്ലോ. അപ്പോൾ +8 എന്ന് എഴുതാം, -60 +8 എന്ന് എഴുതാം. ഇനി -60 +8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -60 +8 എന്ന് പറഞ്ഞാൽ മോഡുലസിനകത്ത് -52 കിട്ടും. -60 +8 എത്ര കിട്ടും? -52 കിട്ടും. -60 +8 -52 കിട്ടും. എങ്ങനെയാ ചെയ്യുന്നത്? രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. അപ്പൊ 60ൽ നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 52 കിട്ടും. വലുത് 60 ആണ്, 60ന്റെ ചിഹ്നം മൈനസ് ആണ്, അതുകൊണ്ട് എന്ത് കൊടുത്തു? -52 കൊടുത്തു. അപ്പൊ മോഡുലസിനകത്ത് -52 എന്ന് വരും. ഇനി -52 മോഡിന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ, ആ മോഡുലസ് ബോക്സിന്റെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ എന്താവും? +52 ആവും. 52 യൂണിറ്റ്. അപ്പൊ ദൂരം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? 52 യൂണിറ്റ്. കാരണം എന്തൊരു കാര്യം പറയുമ്പോഴും അതിനൊരു യൂണിറ്റ് വേണമല്ലോ, സെന്റിമീറ്ററോ മീറ്ററോ. നമ്മൾ അതുകൊണ്ട് 52 യൂണിറ്റ് എന്ന് പറയുന്നു. അപ്പോൾ സംഖ്യാരേഖയിൽ -60ഉം -8ഉം തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 52 യൂണിറ്റ്. മനസ്സിലായോ? ആർക്കെങ്കിലും ഇതൊന്നുകൂടി പറയണോ? സംഖ്യാരേഖയിൽ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്, ദൂരം കണ്ടുപിടിക്കുന്നത് ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയണം. യെസ്, ഒന്നുകൂടി പറയാം. യെസ്, ഒന്നുകൂടി പറയാം. അപ്പൊ സംഖ്യാരേഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാങ്കല്പിക രേഖയാണ്. സംഖ്യകൾ അടയാളപ്പെടുത്തുന്ന നമ്മുടെ ഒരു സാങ്കല്പിക രേഖയാണ് സംഖ്യാരേഖ എന്ന് പറയുന്നത്. ഈ ഒരു രേഖയാണ്. നടുക്ക് 0 വരും, അങ്ങോട്ട് 1 2 3 എന്ന് പറഞ്ഞു പോകും. തിരിച്ചിപ്പുറത്തോട്ട് -1 -2 -3 ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നത്, ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ ഇതില് സംഖ്യകൾ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് -3ഉം 3ഉം തമ്മിലുള്ള അകലം 1 2 3 4 5 6. ഈ -3ഉം 3ഉം തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 6 യൂണിറ്റ് ആണ്. 6 യൂണിറ്റ് ആണ് ഈ അകലം. ഈ അകലം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ കുറച്ചാൽ മതി. അതായത് 3 -3 3ഉം -3ഉം തമ്മിൽ കുറച്ചാൽ മതി. അപ്പൊ എന്ത് കിട്ടും? 3 + 3 എന്ന് കിട്ടും. അതായത് എത്ര കിട്ടും? 6 കിട്ടും. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണോ നിങ്ങൾക്ക്? യെസ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണമെങ്കിൽ, ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണമെങ്കിൽ എഴുതിക്കോ. യെസ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ വേണമെങ്കിൽ എഴുതിക്കോ. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം find the distance from -7 to 5 in number line. What is the distance from -7 to 5 in number line? സംഖ്യാരേഖയിൽ -7 മുതൽ 5 വരെയുള്ള അകലം എത്ര?
സംഖ്യാരേഖയിൽ -7 മുതൽ 5 വരെയുള്ള അകലം എത്ര? സംഖ്യാരേഖയിൽ -7 മുതൽ 5 വരെയുള്ള അകലം എത്ര? സംഖ്യാരേഖയിൽ -7 മുതൽ 5 വരെയുള്ള അകലം എത്ര? യെസ്, എത്ര കിട്ടും? -7 മുതൽ 5 വരെയുള്ള അകലം എത്ര കിട്ടും? യെസ്, -7 മുതൽ 5 വരെ. സംഖ്യാരേഖയിൽ -7 മുതൽ 5 വരെയുള്ള അകലം എത്ര? എപ്പോഴും വലിയ സംഖ്യ ചെറിയ സംഖ്യയെ കുറച്ചാൽ മതി. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. എപ്പോഴും വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയെ കുറച്ചാൽ മതി. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. സംഖ്യാരേഖയിൽ -7 മുതൽ 5 വരെയുള്ള അകലം. സംഖ്യാരേഖയിൽ -7 മുതൽ 5 വരെയുള്ള അകലം. ഓക്കെ, എത്ര കിട്ടും? 12 കിട്ടും അല്ലെ? യെസ്, 12 കിട്ടും അല്ലെ? സംഖ്യാരേഖയിൽ -7 മുതൽ 5 വരെയുള്ള അകലം എത്ര കിട്ടും? 12 കിട്ടും. അപ്പൊ എങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ എഴുതിയാൽ മതി. 5 മൈനസ് -7 എന്ന് എഴുതിയാൽ മതി. 5 മൈനസ് -7. ഈ മൈനസ് ഉള്ളതാണ്, ഓൾറെഡി ഉള്ളതാണ്. പിന്നെ ഈ -7 കൂടി എഴുതി. 5 മൈനസ് -7 സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? മോഡൽസിനകത്ത് 5 2 മൈനസ് കൂടെ ചേർന്നിട്ട് പ്ലസ് ആവും. 5 + 7 എന്നാവും. എത്ര കിട്ടും? 12 കിട്ടും. മനസ്സിലായോ? അതല്ലെങ്കിൽ വേറെ ഒരു രീതിയിലാണെങ്കിൽ എങ്ങനെ ചെയ്യും? മറ്റൊരു രീതി ചെയ്യാനാണെങ്കിൽ എങ്ങനെ ചെയ്യാം? -7 -5 എന്ന് എഴുതാം അല്ലെ? -7 -5 എന്ന് എഴുതാം. -7 -5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -12 ആണ്. -12 എന്ന് പറഞ്ഞാൽ അതും നമുക്ക് എത്ര ആക്കി എഴുതാം? 12 ആക്കി എഴുതാം. ഇതും നമുക്ക് 12 ആക്കി എഴുതാം. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? മനസ്സിലായി? യെസ്. ഇന്ന് നിങ്ങൾക്ക് ഡിവിസിബിലിറ്റി ടെസ്റ്റ് കൂടെ കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ്. ഡിവിസിബിലിറ്റി ടെസ്റ്റ് എല്ലാത്തിന്റെയും കൂടെ ഇന്നിപ്പം ഇനി ഒരു സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് അറിയത്തില്ല. കംപ്ലീറ്റ് ചെയ്യുന്നവരെ നമുക്ക് പഠിക്കാം. അപ്പം ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ഇതിലോട്ട് കിടക്കാം. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾസ് ആണ് കേട്ടോ. ഡിവിസിബിലിറ്റി റൂൾസ്. ഡിവിസിബിലിറ്റി റൂൾസ് അതായത് ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. മറ്റൊരു സംഖ്യയല്ല, മെയിനായിട്ട് നമ്മൾ ആദ്യത്തെ കുറച്ച് ചെറിയ സംഖ്യകളാണ് പറയുന്നത്. ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണ് ഡിവിസിബിലിറ്റി റൂൾസിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ 2, 3, 4, 5, 6, 7, 8, 9, 11. മെയിനായിട്ട് ഇത്രയും സംഖ്യകളെ മറ്റുള്ള സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ നിങ്ങൾക്ക് ഡിവിസിബിലിറ്റി റൂൾസ് അറിയാത്ത ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? എല്ലാത്തിന്റെയും ഡിവിസിബിലിറ്റി റൂൾസ് അറിയാമോ? ഈ എഴുതിയിരിക്കുന്ന എല്ലാ സംഖ്യകളുടെയും ഡിവിസിബിലിറ്റി റൂൾസ് അറിയാമോ? 7 മറന്നുപോയി. ഇല്ല, എഴുതി അറിയത്തില്ല. അറിയില്ല. ഓക്കെ, അപ്പൊ എല്ലാരും ഇത് പഠിച്ചിട്ടില്ലല്ലോ. ഡിവിസിബിലിറ്റി റൂൾസ് തുടക്കം തൊട്ട് എടുക്കണോ? ഓ 7 മാത്രം പറയണോ?
യെസ്, പറയാലോ അല്ലെ? ഫസ്റ്റ് തൊട്ട് എല്ലാം പറയണം. യെസ്, സ്റ്റാർട്ടിങ് തൊട്ട് പറയാം. ഓക്കെ, സ്റ്റാർട്ടിങ് തൊട്ട് പറയാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഡിവിസിബിലിറ്റി ബൈ 2 ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഡിവിസിബിലിറ്റി ബൈ 2 ആണ്. ഡിവിസിബിലിറ്റി ബൈ 2. ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ആ സംഖ്യയുടെ അവസാനത്തെ അക്കത്തെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെയും എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ്, ഇഫ് ലാസ്റ്റ് ഡിജിറ്റ് ഈസ് divisible by 2, divisible by 2, then the number is divisible by 2. അതായത് ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കത്തെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ മൊത്തത്തിൽ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതായത് അവസാനത്തെ അക്കത്തെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്കം ഒരു ഇരട്ട സംഖ്യ ആയിരിക്കണം അല്ലെ? 0, 2, 4, 6, 8 ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം. ഈ ഒരു ഇങ്ങനെ അവസാനത്തെ അക്കം എന്ന് പറയാൻ ഇങ്ങനെ ഒരു കാരണമുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകെ മനസ്സിലാവും. ഞാൻ അവസാനത്തെ അക്കം ഇരട്ട സംഖ്യ എന്ന് പറയാതെ അവസാനത്തെ അക്കം എന്ന് മാത്രം പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾക്ക് അങ്ങോട്ട് പോകെ മനസ്സിലാവും. അപ്പൊ 2ന്റെ ഡിവിസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കത്തെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യ മൊത്തത്തിലും 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഓക്കെ ആണോ? അതായത് എക്സാമ്പിൾ 312. 312നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 312നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെ മനസ്സിലായി നമുക്ക്? പറ്റുമെന്ന് എങ്ങനെ മനസ്സിലായി? അവസാനത്തെ അക്കം നോക്കിയാൽ മതി. അവസാനത്തെ അക്കം എത്രയാണ്? അവസാനത്തെ അക്കം 2 ആണ്. അവസാനത്തെ അക്കം 2 ആണ്. അപ്പോൾ 2നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ സംഖ്യ മൊത്തത്തിലും 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. 196331 ഇതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 19,631നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 19,631നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ 2 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? അവസാനത്തെ അക്കം ഏതാണ്? അവസാനത്തെ അക്കം 1 ആണ്. അവസാനത്തെ അക്കമാണ് നോക്കേണ്ടത്. അവസാനത്തെ അക്കം 1 ആണ്. 1നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ സംഖ്യയെ മൊത്തത്തിൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ അവസാനത്തെ അക്കം നോക്കിയിട്ടാണ് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് 3. അടുത്ത നമുക്ക് 3ന്റെ ഡിവിസിബിലിറ്റി നോക്കാം. ഡിവിസിബിലിറ്റി ബൈ 3. 3ന്റെ ഡിവിസിബിലിറ്റി. ഓക്കെ, എങ്ങനെയാണ് 3ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്? സംഖ്യകളുടെ തുക, സം ഓഫ് ദി നമ്പേഴ്സ്. ഇഫ് സം ഓഫ് ദി നമ്പർ ഈസ് സം ഓഫ് ദി ഡിജിറ്റ് ഓഫ് ദി sum of the digits of the number is divisible by 2. Then the number is divisible by 2. If sum of the digits of the number is if the sum of the digits of a number is divisible by 2, then the number is divisible by 2. Okay, if the sum of the digits of a number is divisible by 2, then the number is divisible by 2. അതായത് പിന്നെ ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 2 അല്ലല്ലോ, 3 ആണ്. സോറി, 2 അല്ല, 3 ആണ്. ഓക്കെ, 3 ആണ്. 2 അല്ല, 3 ആണ്. ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെയും എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റും?
3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 3ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുകയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയെ നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റും? 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. എക്സാമ്പിൾ 32,349 എന്ന സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഈ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ നമുക്ക് മൊത്തം ഹരിക്കാൻ വയ്യ. നമുക്ക് മൊത്തം സംഖ്യ ഹരിച്ചു നോക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അതെങ്ങനെയാ ചെയ്യുന്നത്? ഇതിന്റെ അക്കങ്ങളുടെ തുക എടുത്താൽ മതി. അക്കങ്ങളുടെ തുക എടുത്താൽ മതി. അതായത് ഈ 3 പ്ലസ് 2 പ്ലസ് വീണ്ടും 3 പ്ലസ് 4 പ്ലസ് 9 ഇതിന്റെ തുക എടുത്താൽ മതി. 3 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 9 ഇതിന്റെ തുക എടുത്താൽ മതി. എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? എല്ലാം കൂടെ കൂട്ടുമ്പോൾ 3 2 5 5 3 8 8 4 12 9 21 21 കിട്ടി. 21 വേണമെങ്കിൽ വീണ്ടും കൂട്ടാം. അതിന്റെ ആവശ്യമില്ല. 21 വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് കൂട്ടാം, അല്ലാതെയും ചെയ്യാം. അപ്പൊ 21 കിട്ടി. ഈ 21 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണല്ലോ. 21 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഈ സംഖ്യയും എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റും? 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. മനസ്സിലായോ? 21 3ന്റെ ഗുണിതമാണ്. എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് ഈ വലിയ സംഖ്യ 32,349 എന്ന് പറയുന്ന വലിയ സംഖ്യ നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റും? 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ 3ന്റെ ഡിവിസിബിലിറ്റി മനസ്സിലായോ? അക്കങ്ങളുടെ തുക എല്ലാം കൂടെ കൂട്ടുമ്പോൾ, അക്കങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ സംഖ്യയും എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റും? 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടെ വേണോ 3ന്റെ? യെസ് യെസ് വേണോ? നൂറ്റി 21 313 ഈ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കണം. 1,21,313 എന്ന് പറയുന്ന സംഖ്യ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കണം. ഈ വലിയ സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണം. യെസ്, പറ്റില്ല അല്ലേ? പറ്റില്ല. സം ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. നമുക്ക് നോക്കാം, കൂട്ടി നോക്കാം. സം എടുക്കാം. 1 പ്ലസ് 2 പ്ലസ് വീണ്ടും 1 പ്ലസ് വീണ്ടും 3 പ്ലസ് 1 പ്ലസ് 3 എല്ലാം കൂടെ കൂട്ടാൻ നമുക്ക്. കൂട്ടുമ്പോൾ എത്ര കിട്ടും? കൂട്ടുമ്പോൾ നമുക്ക് കിട്ടും 2 1 3 3 1 4 4 3 7 7 1 8 8 3 11 കിട്ടും അല്ലെ? കൂട്ടുമ്പോൾ 11 കിട്ടും. 11 3ന്റെ ഗുണിതമല്ല. 11 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് ഈ സംഖ്യയെ എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റില്ല? 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 11 is not a multiple of 3. Not a multiple of 3. 11 is not a multiple of 3. So the number 1,21,313 is not divisible by 3. ഇതിന്റെ തുക എടുക്കുമ്പോൾ 11 ആണ് കിട്ടുന്നത്. 11 എന്ന് പറയുന്നത് 3ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് ഈ വലിയ സംഖ്യ എത്ര കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല? 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ ഇനി 4ന്റെ ഉണ്ട്, 5ന്റെ ഉണ്ട്, 6ന്റെ ഉണ്ട്, 7ന്റെ ഉണ്ട്, 8ന്റെ ഉണ്ട്, 9ന്റെ ഉണ്ട്, 10ന്റെ നമുക്കറിയാം, പിന്നെ 11ന്റെ ഉണ്ട്. 11ന്റെ വരെ നമുക്ക് പഠിക്കണം. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. കഴിഞ്ഞ ക്ലാസ് തൊട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം പഠിച്ചത് നമ്പർ സിസ്റ്റം ആണ്. നാച്ചുറൽ നമ്പേഴ്സ് പഠിച്ചു, ഹോൾ നമ്പേഴ്സ് പഠിച്ചു, ഇന്റീജേഴ്സ് പഠിച്ചു, റാഷണൽ നമ്പേഴ്സ് പഠിച്ചു, ഇറാഷണൽ നമ്പേഴ്സ് പഠിച്ചു, റിയൽ നമ്പേഴ്സ് പഠിച്ചു, കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചു, അല്ലെങ്കിൽ ഇമാജിനറി നമ്പേഴ്സ് പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് പഠിച്ചത് പിന്നെ പ്ലേസ് വാല്യൂ പഠിച്ചു, ഫേസ് വാല്യൂ പഠിച്ചു, പിന്നെന്ത് പഠിച്ചു? ആബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ കേവല വില പഠിച്ചു, പിന്നെ മോഡുലസ് പഠിച്ചു,
പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചത് ഡിവിസിബിലിറ്റി റൂൾസും പഠിച്ചു. ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ 2ന്റെയും 3ന്റെയും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പഠിച്ചത്. ഓക്കെ, അപ്പോൾ തൽക്കാലം അത്ര നിൽക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വീണ്ടും ക്ലാസിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.